നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിനക്ക് മനസ്സിലാവില്ല. നിനക്കെന്നല്ല, ഒരുപക്ഷെ ഗൗരിക്ക് പോലും അത് അറിയുമായിരിക്കില്ല. അറിയായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും എന്നെ വിട്ട് പോവില്ലായിരുന്നു. വിഷമിക്കല്ലേ മഹേട്ടാ. മഹേട്ടന്റെ കണ്ണു നിറയുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഈ കണ്ണുനീര് എന്റെ ഗൗരിയോടുള്ള എന്റെ സ്നേഹമാണ്. ഒരുപക്ഷെ എന്റെ മാളു ഒപ്പില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. എന്തൊക്കെയാ മഹേട്ട ഈ പറയുന്നത്? സത്യഗംഗ ഞാൻ പറയുന്നത്. ഒരു ചെറിയ വഴക്ക് അല്ല, ഒരു സൗന്ദര്യപ്പണക്കം, അത്ര മാത്രമേ ഞാൻ അതിനെ കരുതിയുള്ളൂ. ഞാനൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ, ഒരു സോറി പറഞ്ഞാൽ അലഞ്ഞില്ലാതാവുന്ന ചെറിയൊരു പിണക്കം. അപ്പോഴത്തെ വാശിയിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അവളെ എനിക്ക് കാണണ്ടെന്ന് പോലും പറഞ്ഞു. പക്ഷേ അതവൾക്ക് അത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ ഒരു തെറ്റിന്റെ പേരിൽ എന്നെ തീരാവേദനയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് എന്റെ ഗൗരി എന്നെ വിട്ടിട്ട് പോകുന്നു ഞാൻ കരുതിയില്ല. വഴക്ക് മാറ്റി കൂട്ടുകൂടാനാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ അപ്പ കാണുന്നത് തീയിൽ വെന്താ വരുന്ന എന്റെ ഗൗരിയ. ആ തീയിൽ ചാടി അവൾക്കൊപ്പം ഒരുപിടി ചാരമാവാന്ന ഞാൻ ആദ്യം കരുതിയത്. പിന്നെ എന്റെ മാളു അവളുടെ കരയുന്ന മുഖം എന്നെ തടഞ്ഞത്. മഹേട്ട വിഷമിക്കാതെ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഗൗരി ചേച്ചിക്ക് അത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ കബളിപ്പിച്ച ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ മാളുവിന് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ മതിയാവൂ. അതെ, മാളൂന് മഹേട്ട മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും നഷ്ടായാലുണ്ടാവുന്ന വേദനയെക്കുറിച്ച് മറ്റാരേക്കാളും അറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ടുകൂടി ഞാൻ പറയുന്നത്, മാളൂന് വേണ്ടി മഹേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ ഗൗരി ചേച്ചിയുടെ ആത്മാവും ആഗ്രഹിക്കുന്നത് അതാവും. എന്നാലും ഗംഗെ, ഒരു വാക്കിന്റെ പേരിൽ എന്നെയും കുഞ്ഞിനെ തനിച്ചാക്കാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? ഒരു നിമിഷം കൊണ്ട് മറന്നു കളയാവുന്ന സ്നേഹമല്ല, 100 ജന്മം ഓർത്തു വെക്കാനുള്ള അത്രയും സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങള്. എന്നിട്ടും ഇനിയും മഹേട്ടൻ ഇത് ഓർത്തു വിഷമിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ കാരണമാണ് ഇപ്പൊ ഈ ഓർമ്മകൾ മഹേട്ടന്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നത്. അല്ല ഗംഗെ, നീ അങ്ങനെ കരുതണ്ട. എന്റെ ജീവിതത്തിൽ എന്റെ ഗൗരിയെ മറന്ന ഒരു സെക്കൻഡ് പോലുമില്ല. അതുണ്ടാവുകയില്ല. പിന്നെ എന്റെ ആ ചോദ്യം, അത് മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ചെല്ല, എനിക്കൊരു സങ്കടവുമില്ല. ശരി മഹേട്ട. ഒന്നോർത്തോ, ഇനി മേലാൽ നീ ഗൗരിയെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാനായിട്ട് ഇനിയൊന്നും ചോദിക്കില്ല. അതാ നിനക്ക് നല്ലത്.
സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി നിന്ന മര്യാദയ്ക്ക് 4 ആള് കണ്ട മോശം പറയാത്ത രീതിയിൽ നിന്റെ വിവാഹം നടത്തി നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ ആട്ടിയിറക്കും ഞാൻ. ഈ ദേവയാനിയുടെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള മറ്റൊരു ദേവയാനി കൂടി എന്റെ ഉള്ളിലുണ്ട്. അത് നീ മറക്കണ്ട. മാളു, ദേ പാല് കുടിക്ക്, എന്നിട്ട് ബാക്കി പഠിക്കാം. ഗംഗേ, എനിക്ക് സ്കൂളിലൊരു പ്രസംഗ മത്സരമുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എന്തിനെ കുറിച്ചാ എന്റെ മാളുക്കുട്ടി പ്രസംഗിക്കാൻ പോകുന്നത്? മദേഴ്സ് ഡേ കുറിച്ചാ. എനിക്ക് ഗംഗ ഒരെണ്ണം പഠിപ്പിച്ചു തരാവോ? മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ അമ്മയെ കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടത്? അതെ. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പ്രസംഗം ഇംഗ്ലീഷിലാ പറയണ്ടേ. അയ്യോ, ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ മാളു. പിന്നെ എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പഠിപ്പിക്കും? മഴയത്ത് പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഇവളെങ്ങനെയാ മോളെ നിനക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പഠിപ്പിക്കുന്നേ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടി നടന്നാലേ മാളും അങ്ങനെ തന്നെ ആയി പോവും. അതുകൊണ്ട് ഗംഗയുടെ അടുത്ത് വലിയ കമ്പനിക്കൊന്നും പോകാത്തതാ നിന്റെ ഭാവിക്ക് നല്ലത്. ഞാൻ ആരോട് മിണ്ടണം മിണ്ടണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ശ്രേയ അതിൽ ഇടപെടണ്ട. എന്താ ഇവിടെ പ്രശ്നം? ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രേയ ഗംഗയെ കളിയാക്കുവാ അച്ഛാ. അതിനിവിടെ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യം? എനിക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം. അതിന്റെ കാര്യം ഞാൻ ഗംഗയോട് സംസാരിച്ചതാ. അപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പറഞ്ഞു തരാൻ ഗംഗയ്ക്ക് അറിയാത്തതിനാ ശ്രേയ കളിയാക്കിയത്. എന്താ ശ്രേയത്? ഓരോരുത്തരും വളരുന്നത് ഓരോരോ ചുറ്റുപാടുകളിലല്ലേ. ഗംഗ വളർന്ന സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിനവളെ കളിയാക്കിയത് ശരിയാണോ? മഹേട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഗംഗയെ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാ ശ്രേയക്കുള്ളത്? ഗംഗയ്ക്കുള്ള പല കഴിവുകളും ശ്രേയക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംസാരിക്കാനെങ്കിലും അറിയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.